യേശുവിനെ കാണാൻ ഭയങ്കര ആഗ്രഹം, പക്ഷേ ഭയങ്കര തിരക്ക്. സ്വന്തം പൊക്കക്കുറവ് കാരണം ഒന്നും കാണാനും പറ്റുന്നില്ല. പോരാത്തതിന് ചുറ്റുമുള്ളവർ കളിയാക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരവസ്ഥയിലുള്ള ഒരാളെ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇതാണ് സക്കായി എന്ന ചുങ്കക്കാരന്റെ കഥയുടെ ഒരു തുടക്കം. നമ്മൾക്ക് കിട്ടിയ ആ സക്കായിയുടെ വീണ്ടെടുപ്പ് എന്ന ഭാഗം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു തീവ്രമായ ആഗ്രഹമില്ലേ, പിന്നെ അതിന് നേരിടേണ്ടി വന്ന തടസ്സങ്ങള്, അതൊക്കെ മറികടക്കാൻ പുള്ളി ചെയ്ത ആ ഒരു വെറൈറ്റി കാര്യം, പിന്നെ അത് കാരണം ജീവിതത്തിൽ വന്ന മാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ സംസാരിച്ചാലോ? ഇതൊരു വെറും കഥയല്ല. തടസ്സങ്ങളെയും ഒരു സാമൂഹികമായ ഒറ്റപ്പെടുത്തലിനെയും ഒക്കെ മറികടന്ന് ഒരു അംഗീകാരം നേടുന്നതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. നമുക്ക് കിട്ടിയ ഈ വിവരണങ്ങളിൽ നിന്ന് തന്നെ സക്കായിയുടെ ഒരു മാനസികാവസ്ഥ ഏകദേശം വ്യക്തമാണ്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങള്, പിന്നെ പ്രത്യേകിച്ച് ഈ പാപികളോടും സമൂഹം മാറ്റി നിർത്തിയവരോടുമൊക്കെ കാണിക്കുന്ന ഒരു സ്നേഹം, ഇതൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടാവണം. തീർച്ചയായും. ഒരു പക്ഷേ അതൊക്കെ കേട്ടിട്ടാവാം യേശുവിനെ വെറുമൊരു പ്രവാചകനായിട്ടല്ല, മറിച്ച് തന്റെ ജീവിതത്തിലേക്കൊരു വെളിച്ചം തരാൻ കഴിയുന്ന ഒരാളായിട്ട് കാണാൻ തോന്നിയത്. ശരിയാണ്. അതുമൊരു പ്രധാന കാരണമാവാം ആ ചുങ്കക്കാരൻ എന്ന നിലയിൽ കിട്ടുന്ന അവഗണനയും. അതെ, അതും ഒരു ഘടകമായിരിക്കാം. പക്ഷെ ആ ആഗ്രഹം നടക്കാൻ വലിയ തടസ്സങ്ങൾ മുന്നിലുണ്ടായിരുന്നു. ഒന്ന്, ഈ പറഞ്ഞ പോലെ വലിയ ജനക്കൂട്ടം. 2, അദ്ദേഹത്തിന്റെ പൊക്കക്കുറവ്. ഒരുപക്ഷെ ആളുകളിങ്ങനെ പറയുന്നുണ്ടാവാം, യേശുവിനെ കാണണമെങ്കിൽ പോലും ഭാഗ്യം വേണം, അല്ലെങ്കിൽ നല്ല പൊക്കം, പാവം സക്കായി, പൈസയൊക്കെയുണ്ട്. പക്ഷേ അത്തരം സംസാരങ്ങൾ ഉണ്ടായി കാണും. ഈ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടും അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു കാണും. എന്നാലും യേശുവിനെ കാണാനുള്ള ആഗ്രഹം കുറഞ്ഞില്ല, സത്യത്തിൽ അത് കൂടുകയാ ചെയ്തത്. അതെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സാധാരണ ഇങ്ങനെയൊക്കെ ഇത്രയും സാമൂഹികമായ കളിയാക്കലും ശാരീരികമായ ബുദ്ധിമുട്ടുമൊക്കെ വരുമ്പോ നമ്മൾ പിന്മാറുകയാ പതിവ്. പക്ഷെ ഇവിടെ സക്കായിയുടെ ആഗ്രഹം കൂടുകയാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു വലിയ ശൂന്യത, അതായത് ഈ സമ്പത്തോ ജോലിയോ തരുന്ന ഒരു അംഗീകാരത്തിനപ്പുറം എന്തോ ഒന്ന്, ഒരു യഥാർത്ഥ സ്വീകാര്യത, ഒരർത്ഥം, അതിനുവേണ്ടിയുള്ളൊരു തീവ്രമായ ദാഹം, അതായിരിക്കാൻ കാരണം. ശരിയാണ്. അപ്പൊ യേശു ആ വഴി യെരിഹോവിലൂടെ പോകുന്നു എന്നറിഞ്ഞപ്പോ സക്കായി ഒരു തീരുമാനമെടുത്തു. എന്തു വന്നാലും വേണ്ടില്ല, ഇന്ന് ഞാൻ യേശുവിനെ കണ്ടിരിക്കും. പിന്നെ ഒന്നും നോക്കിയില്ല. ആൾക്കൂട്ടത്തിന് മുകളിലൂടെ യേശുവിനെ കാണാൻ ഒരു വഴിയേ ഉള്ളൂ. വഴിവക്കിൽ ഒരു കാറ്റാടി മരം നിൽക്കുന്നുണ്ട്, അതിൽ കയറുക. അതെ. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അയ്യോ ഞാൻ ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ, അതൊന്നും ചിന്തിച്ചില്ല. ഒരു കുട്ടിയെപ്പോലെ ആവേശത്തോടെ ആ മരത്തിൽ വലിഞ്ഞുകയറി. ആ കൊമ്പിലിരുന്നാണ് അവസാനം സക്കായി യേശുവിനെ കാണുന്നത്. ആ മരം കയറ്റം, അത് വെറുതെ കാഴ്ച കാണാനുള്ളൊരു എളുപ്പപ്പണിയായിരുന്നില്ല. അതിനൊരു പ്രതീകാത്മകമായ അർത്ഥം കൂടിയുണ്ട്. തന്റെ ആ സാമൂഹികമായ തലക്കനമൊക്കെ മാറ്റിവെച്ച്, തന്റെ കുറവിനെ അംഗീകരിച്ച്, ലക്ഷ്യത്തിനു വേണ്ടി ഇങ്ങനൊരു അസാധാരണ കാര്യം ചെയ്യാൻ കാണിച്ച മനസ്സ്. ശരിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് വിനയത്തിന്റെയും ആ ഒരു നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമാണ്. പലപ്പോഴും ഇങ്ങനെ നാട്ടുനടപ്പുകളെ ചോദ്യം ചെയ്യുന്ന, എന്നാൽ ആത്മാർത്ഥതയുള്ള കാര്യങ്ങൾ, അതാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുക. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. യേശുവിന്റെ ശ്രദ്ധ കൃത്യം ആ മരക്കൊമ്പിലിരിക്കുന്ന സക്കായിൽ തന്നെ എത്തി. പിന്നെ നടന്നത് സക്കായി ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോവുകയായിരുന്ന യേശു പെട്ടെന്ന് നിന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കി പേരെടുത്തു വിളിച്ചു, സക്കായിയെ, വേഗം ഇറങ്ങിവാ, എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കണം. ആ വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുപക്ഷെ എല്ലാവരും അവഗണിച്ചിരുന്ന തന്നെ യേശു പേരെടുത്ത് വിളിച്ചത്, അത് വിശ്വസിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അത്ഭുതം, സന്തോഷമെല്ലാം കൂടെ വന്നിട്ടുണ്ടാവും. തീർച്ചയായും. ഒന്ന് ആലോചിച്ചു നോക്കൂ, സമൂഹത്തിൽ ഈ ചുങ്കക്കാരനെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തി ചിലപ്പോൾ വെറുക്കപ്പെട്ട ഒരാളെ നടു റോഡിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പേരെടുത്ത് വിളിക്കുന്നു, വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കുന്നു. അത് കിട്ടുന്ന ആ ഒരു അംഗീകാരം, ആ ഒരു സന്തോഷം, അതെത്ര വലുതായിരിക്കും. പിന്നെ വീട്ടിൽ വെച്ച് യേശു പറഞ്ഞ വാക്കുകൾ, അതതിലും പ്രധാനമാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു, കാരണം ഇവനും അബ്രഹാമിന്റെ മകനാണ്. ഇവ സക്കായിയുടെ പഴയ കാലമോ ജോലിയോ സമൂഹത്തിലെ സ്ഥാനമോ ഒന്നും നോക്കാതെ അദ്ദേഹത്തെ ദൈവീക പദ്ധതിയുടെ ഭാഗമാക്കുകയാണ്, അബ്രഹാമിന്റെ പൈതൃകമുള്ള സമൂഹത്തിന്റെ ഭാഗമാക്കുകയാണ്. ഇതൊരു വലിയ ഉൾക്കൊള്ളലിന്റെ പ്രഖ്യാപനമായിരുന്നു. അതോടുകൂടി സക്കയുടെ ജീവിതം മൊത്തത്തിൽ മാറിയിട്ടുണ്ടാകണം, അല്ലേ?
അതുവരെ താൻ പുറത്താണെന്ന് കരുതിയ ഒരു സമൂഹത്തിൽ താനും ഭാഗമാണെന്നൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടാവാം. ഉറപ്പായും. പിന്നീട് അദ്ദേഹത്തെ ആളുകൾ കണ്ടത് ആ പൊക്കം കുറഞ്ഞ വെറുക്കപ്പെട്ട ചുങ്കക്കാരനായിട്ടാവില്ല, മറിച്ച് യേശു അംഗീകരിച്ച മാറ്റം വന്നൊരു വ്യക്തിയായിട്ടാവാം. ശരിക്കും കാണപ്പെട്ടു എന്നത് അദ്ദേഹത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കി. അപ്പോ ഈ വിവരണം നമുക്ക് തരുന്നൊരു പ്രധാന ചിന്ത എന്താണെന്ന് വെച്ചാൽ, തീവ്രമായ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മളെക്കൊണ്ട് ചിലപ്പോ അസാധാരണമായ വഴികളിലൂടെ നടത്തും. പലപ്പോഴും ഈ സാമൂഹികമായ ചിട്ടവട്ടങ്ങളെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ഒക്കെ മറികടക്കാൻ അത് ധൈര്യം വരും. ശരിയാണ്. അതിലുപരി ഒരാൾക്ക് ഇങ്ങനെ ശരിക്കുള്ള അംഗീകാരം കിട്ടുമ്പോൾ, സ്വീകാര്യത കിട്ടുമ്പോൾ, ഒരു വലിയ ആഴത്തിലുള്ള മാറ്റത്തിനും ഞാനും ഇതിന്റെ ഭാഗമാണ് എന്നൊരു തോന്നലിനും കാരണമാകും. നമ്മളൊക്കെ പലപ്പോഴും നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് ആഗ്രഹങ്ങളിൽ നിന്ന് പിന്മാറാറില്ലേ? ഉണ്ട്. സക്കായിയുടെ കഥ അത്തരം ചിന്തകളെ ഒന്ന് ചോദ്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ചർച്ചയുടെ അവസാനം കേൾക്കുന്ന നിങ്ങളോട് ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ശാരീരികമായ പരിമിതി, സാമൂഹികമായ എതിർപ്പ്, ഇതൊക്കെ മറികടന്ന് യേശുവിനെ കാണാൻ സക്കായി ഒരു മരത്തിൽ കയറി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലെത്താൻ, അതുമല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും വ്യക്തിപരമോ സാമൂഹികമോ ആയ തടസ്സങ്ങളെ മറികടക്കാനോ വേണ്ടി ആലങ്കാരികമായി പറഞ്ഞാൽ നിങ്ങൾ കയറേണ്ടി വരുന്ന മരങ്ങൾ എന്തൊക്കെയായിരിക്കാം? നല്ല ചോദ്യം. അങ്ങനെയുള്ള മരങ്ങളെ തിരിച്ചറിയാനും ചിലപ്പോൾ അതിൽ കയറാനുള്ള ഒരു ധൈര്യം കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.